ഇന്ന് വീടുകളിൽ കാണുന്ന അസ്വസ്ഥതകളുടെ കാരണങ്ങൾ, വീടുകളിൽ കാണുന്ന സമാധാനമില്ലായ്മയുടെ കാരണങ്ങൾ, വീടുകളിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുടെ കാരണങ്ങൾ, അതിനൊക്കെ പല കാരണങ്ങളും നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുമെങ്കിലും വാസ്തവത്തിൽ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിയാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്റെ സ്വസ്ഥത നിലനിർത്തുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ട് അതിന് സമുദായം കാറ്റിൽ പറത്തിയതാണ് പ്രധാനപ്പെട്ട കാരണം എന്നതിൽ ഒരു സംശയവും നമുക്കുണ്ടാകേണ്ടതില്ല. ഖുർആൻ പാരായണം എടുത്തുപോയി എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് സംഗീതങ്ങളാണ് നമ്മുടെ വീടുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സിനിമകളാണ് ഓടുന്നത്, അവിടെ സീരിയലുകളും മറ്റുള്ള നാടകങ്ങളും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമാണ് തിമർത്താടുന്നത്. വീടുകളിൽ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ശൈത്താൻ നമ്മെ തടയുകയാണ്. സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും ശൈത്താൻ പിറകോട്ട് വലിക്കുന്നത്. ഖുർആൻ ഓതാൻ ഇരുന്നാൽ നമുക്ക് വല്ലാത്തൊരാലസ്യമാണ്, ഒരു താല്പര്യക്കുറവാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന്റെ അതിനുവേണ്ടി ഒരുങ്ങുന്നവരോട് പോലും ഖുർആൻ പറഞ്ഞത്, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഈ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നതായാൽ ഫസ്തഇദ് ബില്ലാഹി, നീ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. മിനശ് ശൈത്താനിർ റജീം, സർവ നന്മകളിൽ നിന്നും മാട്ടിയോടിച്ച് ദൂരത്താക്കപ്പെട്ടവനായ ശൈത്താന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹുവിനോട് നീ കാവൽ ചോദിച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത് എന്ന ആശയത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഖുർആൻ ഓതാനിരുന്ന നമ്മുടെ മനസ്സിൽ ഒരുപാട് തിരക്കുകൾ ശൈത്താൻ തോന്നിപ്പിക്കും. ഒരുപാട് തിരക്കുണ്ട്, ധൃതിയുണ്ട്. പള്ളിയിൽ ചോദാൻ തീരുമാനിച്ചാൽ പറയും വീട്ടിൽ പോയിട്ടാവാം, വീട്ടിൽ ചെല്ലേണ്ട ആവശ്യമുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാലോ വീട്ടിൽ വെച്ചും നിർവഹിക്കാനാവാതെ ശൈത്താൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടും. ഈ കാലഘട്ടം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് എല്ലാവരുടെ കൈകളിലും നിറഞ്ഞു നിൽക്കുന്ന ഉപകരണമാണ് മൊബൈൽ എന്ന സംവിധാനം. ആ മൊബൈലിലൂടെ മണിക്കൂറുകളാണ് നമ്മളൊക്കെ ലാപ്സാക്കി കളയുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് മൊബൈലുകളിലൂടെ നമ്മൾ അതേ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് എന്ന് പറയുന്ന സംവിധാനം വന്നതോടുകൂടി ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ ഇറങ്ങി ഊളിയിട്ടതിലൂടെ അതേ സമുദായത്തിന്റെ മുസ്ലിമിന്റെ മനുഷ്യന്റെ സമയം എത്രത്തോളമാണ് ഒരു ദിവസത്തിൽ അത് കവർന്നെടുക്കുന്നത്. മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. അതേ ഓരോരുത്തരും ഓരോന്നയക്കുകയാണ്. ആവശ്യമുള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്, അനാവശ്യങ്ങളുമുണ്ട്, അശ്ലീലതകളുമുണ്ട്, തോന്നിവാസങ്ങളുമുണ്ട്, ഗീബത്തുകളുണ്ട്, പരദൂഷണങ്ങളുണ്ട്, ദുരാരോപണങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട്. ഇതൊക്കെയും നമ്മൾ ഇങ്ങനെ കാണാൻ വിധിക്കപ്പെടുകയാണ്. കൊതിയൂറുന്ന നിലക്കുള്ള വാചകങ്ങളിലൂടെയാണ് നമ്മുടെ മെസ്സേജുകൾ നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അതെ, ഇത് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങളുടെ ജീവിതം നശിച്ചത് തന്നെ. അതുകൊണ്ടൊന്ന് കാണുക. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പകുതി പോയി. അപ്പൊ പിന്നെ എന്തായാലും കാണണം. ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ ചെയിനായിട്ട് പോവുകയാണ്. ഒന്ന് തുറന്നു, അപ്പോഴേക്കിങ്ങനെ ഒരു 10 വായിച്ചു. 10 വായിച്ചപ്പോഴേക്കതാ ന്യൂ നറുടെ മുകളിൽ പിന്നെയും വരുന്നു. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കതാ നിരനിരയായി ചെയിനായിട്ട് വരെയാണ്. 10 മിനിറ്റ് ഖുർആൻ ഓതാൻ ഇരുന്നപ്പോൾ 1 മിനിറ്റ് അതേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദിക്റിനായി പള്ളിയിലിരിക്കാൻ ഇരുന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതേ നിസ്കാര ശേഷമുള്ള ദുആകൾക്കും ദിക്റുകൾക്കും വേണ്ടി ഇരുന്നപ്പോൾ ശൈത്താൻ നമ്മുടെ മനസ്സിൽ തിരക്കുകൾ തോന്നിപ്പിച്ച അതേ ശൈത്താൻ നമ്മുടെ കയ്യിലുള്ള ഈ കൊച്ചു ഉപകരണത്തിലൂടെ മണിക്കൂറുകൾ തള്ളി നീക്കിയാലും നമുക്കത് വിഷമം സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ മനസ്സുകളിൽ ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല. സമയമതാ വളരെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വേണ്ടതിന് സമയമില്ല, വേണ്ടാത്തതിന് ആളുകൾക്ക് മണിക്കൂറുകൾ ഇഷ്ടം പോലെയാണ്. ഉറ്റവരോട് സംസാരിക്കാൻ മുസ്ലിമിന്റെ ഒരു നിത്യജീവിതത്തിലെ ഒരു ദിവസത്തിൽ നിന്ന് സമയമില്ല. വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ നേരമില്ല. അതെ,
ഒരു വീട്ടിൽ വിരുന്നുകാര് വന്നാൽ പോലും എന്തിനയാൾ വന്നു, അല്ലെങ്കിൽ അയാൾ എന്തിനിങ്ങോട്ട് വന്നു എന്ന് വീട്ടുകാരൻ ഒരു പക്ഷേ ചിന്തിക്കേണ്ട സ്ഥിതിയാണ്. വന്നവര് സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു. അതേ, ഒരു വെള്ളം കുടിയൊക്കെ കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരും പോക്കറ്റിലേക്ക് അതാ തപ്പുന്നു. എല്ലാവരും എടുക്കുകയാണ് മൊബൈല്. പിന്നെ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. എന്താ, ആരും മിണ്ടുന്നില്ല, ആരും തമ്മിൽ സംസാരമില്ല, എല്ലാവരും തിരക്കാണ്. ഒരുത്തൻ ഫേസ്ബുക്കില്, ഒരുത്തൻ വേറൊന്നില്, ഒരുത്തൻ വാട്സപ്പില്, ഇങ്ങനെ ഒരുത്തൻ ഗൂഗിളില്, ഒരുത്തൻ മെയിൽ ചെക്ക് ചെയ്യുന്നു, ഒരുത്തൻ ചാറ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ സമയങ്ങളിലേക്ക് നീങ്ങിയിട്ട് അതേ ഒരു ബന്ധു വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു സന്ദർശനത്തിന് പോയി ചെന്നാൽ വരെ നമുക്കെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമയങ്ങൾ ഇതിലേക്ക് കടന്നുപോയിട്ട് അവസാനം കുറെ സമയം കഴിയുമ്പോഴാണ് നമ്മൾ അന്തം പെടുന്നത്. എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഈ